So, now we linear algebra complex analysis in module 6. We will discuss eigen values topic discuss eigen vectors topic discuss clear important topics. Okay, now we will diagonalization. That is 10 mark, 7 mark question. So, that's the important topic. കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആവും. എന്താണ് ഓർത്തോഗണൽ മെട്രിസസ് എന്താണെന്നുള്ള സംഭവം, അതിനുശേഷം വരുന്ന കനോണിക്കൽ ഫോം, ക്വാഡ്രാറ്റിക് ഫോം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വാഡ്രാറ്റിക് ഫോം എങ്ങനെയാണ് ഒരു സിമെട്രിക് മെട്രിക്സ് ക്വാഡ്രാറ്റിക് ഫോമിൽ നിന്ന് എഴുതുന്നതെന്നും റാങ്കും സിഗ്നേച്ചറും ഒക്കെ കണ്ടുപിടിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കനോണിക്കൽ ഫോം ഡിസ്കസ് ചെയ്യും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ചാൻസ് ഉണ്ട് അവിടെ നിന്ന് ചോദിക്കാൻ. എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വീണ്ടും വരാറുള്ളത്. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. സോ അതിനു മുമ്പ് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ശ്രദ്ധിച്ചിരിക്കുക. ഓർത്തോഗണൽ മെട്രിക്സ്, ഓർത്തോഗണൽ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്, ഇപ്പം എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിന് ഈക്വൽ ആണെങ്കിൽ ദെൻ എ ഈസ് കോൾഡ് ഓർത്തോഗണൽ മെട്രിക്സ്. എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും സെയിം ആണെങ്കിൽ എ വിളിക്കുന്ന പേരെന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ്. If A transpose is equal to A inverse, then A is called എന്താണ്? ഓർത്തോഗണൽ മെട്രിക്സ്. ട്രാൻസ്പോസ് എടുക്കുന്നതും ഇൻവേഴ്സ് എടുക്കുന്നതും സെയിം ആയിട്ട് കിട്ടുവാണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർത്തോഗണൽ മെട്രിക്സ്. ശ്രദ്ധിച്ചിരിക്കണം. പക്ഷേ എക്സാമിന് നമുക്കിപ്പോൾ ഒരു 3x3 മെട്രിക്സ് തന്നിട്ട് അത് ഓർത്തോഗണൽ ആണോ എന്ന് ചോദിക്കാൻ പറയുവാണെങ്കിൽ അത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. സോ നോർമലി നമ്മൾ ട്രാൻസ്പോസ് എടുത്തിട്ട് ഒരു സൈഡിൽ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഒരുപാട് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ലെങ്തി പ്രൊസീജിയർ. ഇപ്പം 3x3 ആണെങ്കിൽ 9 എലമെന്റ്സിന്റെ കോഫാക്ടർ കണ്ടുപിടിച്ച് കോഫാക്ടർ മെട്രിക്സ് എഴുതി, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിന്റ് കണ്ടുപിടിച്ച് ഡിറ്റർമിന്റ് കണ്ടുപിടിച്ച് നോൺ സിംഗുലർ ആണെന്ന് മനസ്സിലാക്കി അഡ്ജോയിന്റും ഡിറ്റർമിന്റും കൂടെ ഡിവൈഡ് ചെയ്താണ് ഇൻവേഴ്സ് കിട്ടുന്നത്. സോ ദാറ്റ്സ് എ ലെങ്തി പ്രൊസീജിയർ. പക്ഷേ ഒരു ഓർത്തോഗണൽ ആണോ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഓർത്തോഗണൽ ആണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഇഫ് എ ഈസ് ഓർത്തോഗണൽ, അപ്പൊ ഈ ഒരു നോട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓർത്തോഗണൽ ആണോ എന്ന് ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. ഇഫ് എ ഈസ് ഓർത്തോഗണൽ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ, ഇഫ് എ ഈസ് ഓർത്തോഗണൽ then A transpose into A is equal to identity matrix. If A is orthogonal, then A transpose into A എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ A transpose into A എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഐഡന്റിറ്റി മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം അല്ലേ? എ എന്ന് പറയുന്നത് ഒരു 2x2 മെട്രിക്സ് ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും? 1 0 0 1 ആയിരിക്കും. ശരിയല്ലേ? എ എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്തായിരിക്കും? 1 0 0 0 1 0 0 0 1 ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ദെൻ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതുക കേട്ടോ. എ ട്രാൻസ്പോസ് ഇൻറ്റു എ അല്ല, എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് തന്നെ എഴുതുക. ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഇതാണ് കറക്റ്റ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്, അഥവാ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അതനുസരിച്ച് എ ട്രാൻസ്പോസ് കൊണ്ടാണ് ഗുണിക്കേണ്ടത്. എ ട്രാൻസ്പോസിനെ എ കൊണ്ടല്ല. ആദ്യം എഴുതിയപ്പോൾ മിസ്റ്റേക്ക് ആയതാണ്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് തന്നെ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ത് കിട്ടണം? നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. തിരുത്തിയെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്നാണ് എഴുതിയത്. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് വേണം എഴുതാൻ. ഓക്കെ, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. സോ ഇതാണ് എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ് എന്നുള്ളൊരു കാര്യം. അപ്പം നമുക്ക് എക്സാമിന് ഒരു മെട്രിക്സ് തന്നിട്ട് അത് ഓർത്തോഗണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ ആ മെട്രിക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ കിട്ടുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും എ ഇൻവേഴ്സും എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും.
സോ പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്യാം. ഡിറ്റർമിൻ വെദർ the matrix A is equal to 1 0 0 1 0 0 0 1 by root 2 minus 1 by root 2 0 1 by root 2 1 by root 2 is orthogonal. Yes, ഇത് ഓർത്തോഗണൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യണം, ഈ ഒരു കോളത്തിൽ കിടക്കുന്ന സംഭവം വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൽ കിടക്കുന്ന സംഭവം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. A ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടണം. A ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് കണ്ടുപിടിക്കണം? A ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. സോ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ട്രാൻസ്പോസ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കണം, തേർഡ് റോ തേർഡ് കോളം ആക്കണം. സോ ഫസ്റ്റ് റോ 1 0 0 ആണ്, അത് ഫസ്റ്റ് കോളം ആക്കി 1 0 0. സെക്കൻഡ് റോ 0 1 by root 2 minus 1 by root 2 ആണ്, അത് സെക്കൻഡ് കോളം ആക്കി 0 1 by root 2 minus 1 by root 2. തേർഡ് റോ 0 1 by root 2 1 by root 2 ആണ്, അത് തേർഡ് കോളം ആക്കി 0 1 by root 2 1 by root 2. യെസ്, ഇതാണ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? A ഇൻറ്റു A ട്രാൻസ്പോസ് ചെയ്യണം. അന്നേരം എനിക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, സോ A ഇൻറ്റു A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A അതേപോലെ നോക്കി എഴുതുക. 1 0 0 0 1 by root 2 minus 1 by root 2 0 1 by root 2 1 by root 2 ഇൻറ്റു A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 0 0 0 minus 1 by root 2 1 by root 2 0 minus 1 by root 2 1 by root 2. ക്ലിയർ? സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്തോളുക. എനിവേസ് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് വരണം. സോ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫസ്റ്റ് മെട്രിക്സിനെ ഇങ്ങനെ റോ വൈസ് തിരിക്കുക, സെക്കൻഡ് മെട്രിക്സിനെ ഇങ്ങനെ കോളം വൈസ് തിരിക്കുക. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ 1 into 1 1 plus 0 into 0 0 0 into 0 0. So the first element is 1. 1 into 0 0 plus 0 into minus 1 by root 2 0 0 into minus 1 by root 2 0. So 0 plus 0 plus 0 answer 0 വരും. 1 into 0 0 0 into 1 by root 2 0 0 into 1 by root 2 0 0 plus 0 plus 0 answer 0 വരും. 0 into 1 0 1 by root 2 0 minus 1 by 2 into root 2 into 0 0. Anyway 0 plus 0 plus 0 0 വരും. Next 0 into 0 0 plus 1 by root 2 into minus 1 by root 2. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരു മൈനസ്, ഇവിടെ മൈനസ് ഇല്ലല്ലോ, സോറി ഇവിടെ മൈനസ് ഇല്ലായിരുന്നു, ഇവിടെ മാത്രമേ മൈനസ് ഉള്ളൂ കേട്ടോ. സോ ഇവിടെ മൈനസ് ഇല്ല. 1 by root 2 into 1 by root 2 എന്ന് പറയുന്നത് എന്താണ്? 1 into 1 1 root 2 into root 2 1 by 2. So the answer is 1 by 2. 1 by root 2 into 1 by root 2 1 by 2 minus 1 by root 2 into minus 1 by root 2 1 by 2. So 1 by 2 plus 1 by 2 വരും. Next 0 0 1 by root 2 into 1 by root 2 1 by 2 minus 1 by root 2 into 1 by root 2 minus 1 by 2. Okay, so next 0 into 1 0, ഇവിടെയും 0 ഇവിടെയും 0. So the answer is 0. Next 0 into 0 1 by root 2 into 1 by root 2 1 by 2 1 by root 2 into minus 1 by root 2 minus 1 by 2. Next 0 into 0 0 1 by root 2 into 1 by root 2 1 by 2 plus 1 by root 2 into 1 by root 2 1 by 2. Yes, ഇവിടെ plus 1 by 2 minus 1 by 2, ഇവിടെ plus 1 by 2 minus 1 by 2 cancel ആവും. So answer is 1 0 0 0. അരയും അരയും കൂടെ കൂട്ടിയാൽ 1 0 0 0 again അര അര പ്ലസ് അര പ്ലസ് അര 1. സോ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് എന്തിന് ഈക്വൽ ആണ്? ഐഡന്റിറ്റി മെട്രിക്സിന് ഈക്വൽ ആണ്. സോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കിയപ്പോൾ ഞാൻ അറിയാതെ ഇവിടെ ഒരു മൈനസ് ഇട്ടായിരുന്നു, അത് തിരുത്തിക്കണം കേട്ടോ. 0 1 by root 2 minus 1 by root 2 0 1 by root 2 1 by root 2. സോ ഇപ്പോൾ കറക്റ്റ് ആണ്. A into A ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. സോ A into A ട്രാൻസ്പോസ് is equal to ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി. Therefore
therefore എനിക്ക് എന്ത് പറയാൻ പറ്റും? A is orthogonal. A is എന്താണ്? Orthogonal. A എന്ന് പറയുന്നത് എന്ത് മെട്രിക്സ് ആണ്? ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ക്ലിയർ? സോ ഇതാണ് ഓർത്തോഗണലുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു തിയറം പഠിക്കണം, പ്രിൻസിപ്പൽ ആക്സിസ് തിയറം. സോ അപ്പോൾ നമുക്ക് ആ തിയറം നോക്കാം. യെസ്, സോ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് തിയറം ആണ്. നിങ്ങളുടെ സിലബസിനകത്ത് ഇതിൻ്റെ പ്രൂഫ് വിത്തൗട്ട് പ്രൂഫ് എന്ന് പറയുന്നുണ്ട്. സോ പ്രൂഫ് ആവശ്യമില്ല. ഇനി സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിലും 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് സ്റ്റേറ്റ് പ്രിൻസിപ്പൽ ആക്സിസ് തിയറം. അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു തിയറം പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. ആ ക്വസ്റ്റൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടി പ്രഥമ ദൃഷ്ടിയ നമ്മുടെ 6th മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നത് ഡയഗണലൈസേഷൻ്റെ ഒരു പ്രോബ്ലം, അതിന് തൊട്ട് ശേഷം ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ പ്രിൻസിപ്പൽ ആക്സിസ് തിയറം, കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സാം എടുക്കുന്ന സമയത്ത് ചെയ്യാം. An orthogonal transformation small x equal to capital X into y transforms a quadratic form Q is equal to x transpose AX. ശ്രദ്ധിച്ചിരിക്കുക, ഇത് ശരിക്കും Q is equal to x transpose AX എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. A എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടിയാൽ അസോസിയേറ്റഡ് സിമെട്രിക് മെട്രിക്സ് എങ്ങനെ എഴുതാം, അതനുസരിച്ച് ഈഗൺ വാല്യൂസ് കണ്ടുപിടിച്ച് എങ്ങനെ റാങ്ക്, നേച്ചർ, ഓർഡർ ഒക്കെ പറയാം എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇൻ ദി പ്രിൻസിപ്പൽ ആക്സിസ് ഫോം, ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് നമുക്ക് മാറ്റണം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാനോണിക്കൽ ഫോം. ശ്രദ്ധിച്ചിരിക്കുക, പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാനോണിക്കൽ ഫോം. പ്രധാനമായിട്ടും 2 ഫോംസ് ആണുള്ളത്, ഒന്ന് ക്വാഡ്രാറ്റിക് ഫോം, 2 കാനോണിക്കൽ ഫോം. ക്വാഡ്രാറ്റിക് ഫോം റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ റാങ്കും നേച്ചറും ഒക്കെ പറയാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാനോണിക്കൽ ഫോമുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആ എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് വരുന്നത്. സോ എല്ലാ പോസിബിലിറ്റീസും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ അത് 2 എണ്ണമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 3 കൂടെ ചോദിക്കാം. എങ്കിലും എന്തൊക്കെ സാധ്യതകളുണ്ട് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് Q is equal to y transpose dy എന്ന് എനിക്ക് എഴുതാൻ പറ്റും. D എന്ന് പറയുന്ന ഡയഗണലൈസ്ഡ് മെട്രിക്സ് ആണ്. ഈ ഒരു സംഭവമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ഒരു കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത് λ1 y1 സ്ക്വയർ, ഈ λ1 λ2 λ3 അതെല്ലാം നമുക്കറിയാം ഈഗൺ വാല്യൂസ് ആണ്. ഈ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിന്റെ, അഥവാ നമ്മൾ ഫോം ചെയ്യുന്ന സിമെട്രിക് മെട്രിക്സ് ഉണ്ടല്ലോ, ക്വാഡ്രാറ്റിക് ഫോമിൽ നിന്നും ഫോം ചെയ്യുന്ന സിമെട്രിക് മെട്രിക്സിന്റെ ഈഗൺ വാല്യൂസ് ആണ് λ1 λ2 λ3 എക്സെട്ര അപ് ടു λn എന്ന് പറയുന്നത്. 3/3 മെട്രിക്സ് ആണെങ്കിൽ 3 ഈഗൺ വാല്യൂസ് ഉണ്ടാവും. 2/2 മെട്രിക്സ് ആണെങ്കിൽ 2 ഈഗൺ വാല്യൂസ് ഉണ്ടാവും. ഇവിടെ കാനോണിക്കൽ ഫോം 100% ഒരു 2/2 ആണ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. 3/3 അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, സോ ഈ λ1 λ2 λ3 എന്ന് പറയുന്ന ഈഗൺ വാല്യൂസ് ആണ്. ദെൻ എക്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കേണ്ടത്. നമുക്ക് സ്മോൾ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ, എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് മേ ബി എക്സാമിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ എക്സ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. എക്സ് എന്ന് പറയുന്നത് മോഡൽ മെട്രിക്സ് ആണ്. മോഡൽ മെട്രിക്സ് എന്താണെന്നുള്ള കാര്യം ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൺ വെക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഈഗൺ വെക്ടർ കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതുന്ന ആ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? മോഡൽ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അതേ സെയിം സാധനം തന്നെയാണ് എക്സ് എന്ന് പറയുന്നത്. ഓർത്തോഗണൽ മെട്രിക്സ് ആണത്. ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത് കോളംസ് ആയിട്ട് വരണം. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കണം. കാനോണിക്കൽ ഫോമിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയിരിക്കണം. നോർമലൈസ്ഡ് അഥവാ നോർമലൈസ്ഡ് കോളം, നോർമലൈസ്ഡ് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കണം. നോർമലൈസ്ഡ് ആയിരിക്കണം. എങ്ങനെയാണ് നോർമലൈസ്ഡ് ആണെന്ന് പറയാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആണ്. ആ ഒരു കോളം മെട്രിക്സ് കിട്ടുമല്ലോ, അതിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് നോർമലൈസ്ഡ് ആയിട്ട് കിട്ടും. അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാം. സോ ഇതാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഫ്രം ദിസ് മൊഡ്യൂൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എസ്എ ക്വസ്റ്റ്യൻ ആണ്. 10 മാർക്കിനോ അല്ലെങ്കിൽ 7 മാർക്കിനോ ഇത് ചോദിക്കാം. സോ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കയറാം. 10 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ഇല്ലെങ്കിൽ അത് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ ഉള്ളത് കൊണ്ട് 10 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 7 മാർക്കിനും വന്നിട്ടുണ്ട്.
അന്നേരം എക്സ് പ്ലസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാവില്ല. ഇതും കൂടെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇത് ഇൻക്ലൂഡഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. സോ അപ്പോൾ നമുക്ക് 10 മാർക്കിന്റെ ഈ ഒരു എസ്ഐ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതേ സെയിം പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു സംഭവങ്ങൾ, ഈ കോയിഫിഷ്യൻസ് മാത്രമേ മാറത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, യെസ്. സോ അപ്പോൾ നമുക്ക് ആദ്യമേ ക്വാഡ്രാറ്റിക് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ക്വാഡ്രാറ്റിക് ഫോമിനെ ആദ്യമേ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കോണിക് സെക്ഷൻ കണ്ടുപിടിക്കണം. കോണിക് സെക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കാനോണിക്കൽ ഫോം നോക്കിയാൽ നമുക്ക് കോണിക് സെക്ഷൻ പറയാൻ പറ്റും. ശ്രദ്ധിച്ചിരിക്കുക, കോണിക് സെക്ഷൻ ഈസ് റിട്ടൺ ഫ്രം കാനോണിക്കൽ ഫോം. കോണിക് സെക്ഷൻ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ജനറൽ ഇക്വേഷൻ നിങ്ങൾ ഒരു നോട്ടായിട്ട് എഴുതി വെച്ചോളൂ. കോണിക് സെക്ഷൻസ് ഏതൊക്കെയാണ്? കോണിക് സെക്ഷൻസ് ശ്രദ്ധിച്ചിരിക്കുക. കോണിക് സെക്ഷൻസ് സർക്കിള്, പരാബോള, സർക്കിള്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഈ 4 കോണിക് സെക്ഷൻസ്. എലിപ്സ്, ഹൈപ്പർബോള. ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം, എങ്കിലേ അത് ഏത് കോണിക് സെക്ഷനായിട്ടാണ് ഈ ഒരു കാനോണിക്കൽ ഫോം മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ സർക്കിൾ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അവിടെ എച്ച് കെ എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്റർ ആണ്, ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസ് ആണ്. പരാബോള എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax ആണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. എലിപ്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ എലിപ്സിന്റെ ഇക്വേഷന്റെ പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ മതി. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. നമ്മുടെ കാനോണിക്കൽ ഫോം ഏത് ഫോം, ഈ ഒരു ഇതിനകത്ത് ഏത് ഫോർമാറ്റിലേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊരു നോട്ടായിട്ട് നമ്മൾ വെക്കുക. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. സോ ഡിറ്റർമിൻ ദ കോണിക് സെക്ഷൻ ഓഫ് ദി ക്വാഡ്രാറ്റിക് ഫോം. Q is equal to 17x1 square minus 13x1x2 plus 17x2 square is equal to 128. Also transform it into principal axis form. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഫോമിനെ എന്തിലേക്ക് മാറ്റണം? പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് മാറ്റണം. പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? കാനോണിക്കൽ ഫോം. എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. സോ ആദ്യമേ തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോം എഴുതി വെക്കാം. Q is equal to 17x1 square minus 30x1x2 പ്ലസ് എന്താണ്? 17x2 സ്ക്വയർ ആണ്. ദെൻ ഇവിടെ നമുക്ക് അസോസിയേറ്റഡ് സിമെട്രിക് മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? A is equal to ഓൾറെഡി പഠിപ്പിച്ചാണ്. ഇത് x1 1 2 ടേംസേ ഉള്ളൂ. ഇതൊരു 2x2 മെട്രിക്സിന്റെ ക്വാഡ്രാറ്റിക് ഫോം ആണ്. ഇതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ആപ്പടെ 3 ടേംസേ ഉള്ളൂ. x1 സ്ക്വയർ x2 സ്ക്വയർ മാത്രമേ ഉള്ളൂ. x3 സ്ക്വയർ ഇല്ല. x3 സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതൊക്കെ ടേംസും കൂടെ വന്നേനെ? 1/3 പൊസിഷനും 3/1 പൊസിഷനും 2/3 പൊസിഷനും 3/2 പൊസിഷനും ഒക്കെ വന്നേനെ. ആ പൊസിഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇതൊരു 2x2 മെട്രിക്സിന്റെ ക്വാഡ്രാറ്റിക് ഫോം ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തത് 3x3 ആണ്. നേച്ചർ ഓർഡർ ഒക്കെ, നേച്ചർ, റാങ്ക്, സിഗ്നേച്ചർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഹിയർ 2x2 ആണ്. എങ്ങനെയാണ് 2x2 ആണെന്ന് മനസ്സിലാക്കുന്നത്? x3 സ്ക്വയറിന്റെ ടേം ഇല്ല, പിന്നെ 1 2 ഇല്ല, 2 3 ഇല്ല, അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് എന്തിന്റെ ആണെന്ന് മനസ്സിലാക്കണം? 2x2 ആണെന്ന് മനസ്സിലാക്കണം. സോ ഇത് എഴുതുന്ന എളുപ്പവഴി എങ്ങനെയാണ്? x1 സ്ക്വയറിന്റെ x2 സ്ക്വയർ ഡയഗണൽ ആയിട്ട് എഴുതുക. x1 സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 17, x2 സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 17. 1/2 പൊസിഷൻ ഇതാണ് അല്ലെ? 1/2 പൊസിഷനിലെ എലമെന്റ് തന്നെ ആയിരിക്കും 2/1 പൊസിഷനിലും വരുന്നത്. അതെങ്ങനെയാണ് എഴുതുന്നത്? കോയിഫിഷ്യന്റിന്റെ ഹാഫ്, കോയിഫിഷ്യന്റിന്റെ പകുതിയാണ് നമ്മൾ എഴുതേണ്ടത്. ഹിയർ കോയിഫിഷ്യന്റ് -30 ആണ്. -30യുടെ പകുതി -15. സോ ഇവിടെ എന്ത് വരും? -15. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതാണ് നമ്മുടെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ അപ്പൊ നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. പ്രിൻസിപ്പൽ ആക്സിസ് ഫോം അഥവാ കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താണ് കാനോണിക്കൽ ഫോം? λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ പ്ലസ് λ3 y3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് λn yn സ്ക്വയർ. അതാണ് നമ്മുടെ കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. സോ കാനോണിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഏഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിറ്റർമിനന്റ് a മൈനസ് λi ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. 2x2 ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിംപ്ലിഫൈഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? λ² മൈനസ് s1 λ പ്ലസ് s2 ഇസ് ഈക്വൽ ടു 0 ആണ്.
S1 എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണ്. ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ്. ഹിയർ പ്രിൻസിപ്പൽ ഡയഗണൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 17 പ്ലസ് 17. ആൻസർ എന്താണ്? 34. നെക്സ്റ്റ് S2 എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദി 2/2 സ്ക്വയർ മെട്രിക്സ് ആണ്. S2 is equal to ഡിറ്റർമിനന്റ് ഓഫ് A. ഡിറ്റർമിനന്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? 17 into 17 മൈനസ് 15 into -15 അല്ലെ? -15 into -15. So 17 into 17 289 minus into minus plus ആവും. 15 into 15 225. So this is equal to 9 minus 5 4, 8 minus 2 6, 2 minus 2 0. So S2 എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 64 കിട്ടി. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? S1ന്റെയും S2ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ലാംഡ സ്ക്വയർ മൈനസ്, ശ്രദ്ധിച്ചിരിക്കുക, ലാംഡ സ്ക്വയർ മൈനസ് S1ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 34 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 34 ലാംഡ പ്ലസ് S2 എന്ന് പറയുന്നത് എന്താണ്? 64 is equal to 0. ക്ലിയർ? ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതിന്റെ റൂട്ട്സ് ആണ് ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, അതുകൊണ്ട് സം ആൻഡ് പ്രോഡക്റ്റ് എടുക്കാം. സം എന്ന് പറയുന്നത് -34, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം 64. നമ്പേഴ്സ് ചൂസ് ചെയ്യാം. നമ്പേഴ്സ് -32 -2. -32 -2 ആഡ് ചെയ്താൽ എനിക്ക് -34 കിട്ടും. -32 into -2 ചെയ്താൽ എനിക്ക് 64 കിട്ടും. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാൽക്കുലേറ്ററിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ കോഎഫിഷ്യൻസ് അടിച്ചു കൊടുത്താൽ നേരിട്ട് റൂട്ട്സ് കിട്ടും. അത് മാത്രം ചെയ്താൽ മതി. സോ എനിവേസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലാംഡ -32 into ലാംഡ -2 ഈക്വൽ ടു 0 കിട്ടും. സോ അവിടുന്ന് ലാംഡയുടെ വാല്യൂ 32 കിട്ടും, 2 കിട്ടും. സോ ഇതാണ് നമ്മുടെ ഏഗൻ വാല്യൂ. ഞാൻ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതുവാണ്. 2 32. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. യെസ്, ഏഗൻ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സോ പ്രിൻസിപ്പൽ ആക്സിസ് ഫോം എന്ന് പറയുന്നത് Q is equal to എന്താണ്? λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ. രണ്ട് ഏഗൻ വാല്യൂസേ ഉള്ളൂ. സോ λ1 എന്ന് പറയുന്നത് 2 ആയിട്ട് എടുക്കാം, λ2 എന്ന് പറയുന്നത് 32 ആയിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q is equal to 2y1 സ്ക്വയർ പ്ലസ് 32 y2 സ്ക്വയർ. സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ഫോം. ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിന്റെ ആൻസർ ആയിട്ടുണ്ട്. സോ ദിസ് ഈസ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ഫോം. Principal axis form. This is the principal axis form. ഇതാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് ഫോം എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏത് കോണിക് സെക്ഷനിലേക്കാണ് ഇത് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ കോണിക് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഒരു വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത്. 128 എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഈ ഒരു Q ഈക്വൽ ആണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ കോണിക് സെക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു നോളജ് യൂസ് ചെയ്യുന്നത്. ഹിയർ നമുക്ക് പറയുന്നുണ്ട് അവർ ക്വസ്റ്റ്യനിൽ Q is equal to എന്താണെന്ന് പറയുന്നുണ്ട്. Q is equal to 128 ആണെന്ന് പറയുന്നുണ്ട്. സോ Q ക്വാഡ്രാറ്റിക് ഫോമിലായിരുന്നു, അത് നമ്മൾ കനോണിക്കൽ ഫോം അഥവാ പ്രിൻസിപ്പൽ ആക്സിസ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാറ്റിയ ഫോം നമ്മുടെ കയ്യിലുണ്ട്. Q is equal to എന്താണ്? 2y1 സ്ക്വയർ പ്ലസ് 32 y2 സ്ക്വയർ ആണ്. സോ Qനെ റീപ്ലേസ് ചെയ്ത് Qന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? 2y1 സ്ക്വയർ പ്ലസ് 32 y2 സ്ക്വയർ കൊടുക്കാം. ശരിയല്ലേ? സോ 2y1 സ്ക്വയർ പ്ലസ് 32 y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 128. സോ ഇത് എന്താണ്? y1 സ്ക്വയർ y2 സ്ക്വയർ കണക്ടിങ് സൈൻ പ്ലസ് ഒരു എലിപ്സ് ആണ്. എങ്ങനെയാണ് എലിപ്സ് ആണെന്ന് ഇപ്പോഴേ കയറി പറയരുത്. എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 128 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 2y1 square by 128 plus 32 y2 square by 128 is equal to 128 by 128 എന്താവും? 1 ആവും. So here കട്ട് ചെയ്യുമ്പോൾ 40 so 64 വരും. 64 here കട്ട് ചെയ്യുമ്പോൾ 4 വരും അല്ലേ? 24 8 3 12. Yes. So y1 square by 64 y1 square by 64 plus y2 square by 4 is equal to 1. ശരിയല്ലേ? ഇത് ഏത് ഫോം ആണ്? നമ്മൾ പഠിച്ച എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയായിരുന്നു? x square by a square plus y square by b square equal to 1. ഈ ഒരു ഫോമിലല്ലേ? സിമിലർ ടൈപ്പിലല്ലേ നിൽക്കുന്നത്? എക്സിന് പകരം y1, yക്ക് പകരം y2 ആണെന്നേ ഉള്ളൂ.
എനിവേസ് ഇറ്റ്സ് ലുക്സ് ലൈക്ക് ആൻ എലിപ്സ്. സോ കോണിക് സെക്ഷൻ ഏതാണ്? ഡിറ്റർമിൻ കോണിക് സെക്ഷൻ എന്നുള്ളതിന്റെ ഉത്തരം എന്താണ്? ഏത് കോണിക് സെക്ഷനിലേക്കാണ് ഇത് വരുന്നത്? എലിപ്സ് ആണ്. Therefore കോണിക് സെക്ഷൻ is an ellipse. എന്താണ്? എലിപ്സ്. സംഭവം എന്താണ്? ഒരു എലിപ്സ് ആണെന്ന് മനസ്സിലായി. വേണമെങ്കിൽ പർട്ടിക്കുലർലി നിങ്ങൾക്ക് എഴുതാം. Therefore കോണിക് സെക്ഷൻ is an ellipse. നമ്മുടെ ഡിറൈവ് ചെയ്ത് വരുന്ന കോണിക് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എലിപ്സ് ആണ്. അപ്പൊ ഈ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ എക്സ്ട്രാ ഒരു പാർട്ടും കൂടെ വരുമ്പോൾ ഇപ്പൊ 7 മാർക്കിനുള്ള ആൻസർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 3 മാർക്ക് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ. പക്ഷെ അതാണ് കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളത്. യെസ്. സോ നമുക്ക് എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈയുടെ ആൻസർ നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ചോദിക്കാറുണ്ട്. അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ അപ്പൊ നമ്മുടെ കയ്യിൽ ഈഗൺ വാല്യൂസ് ഉണ്ടായിരുന്നു. ഈഗൺ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? λ1 = 2, λ2 = 32. ഇത് രണ്ടുമായിരുന്നു നമ്മുടെ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. സോ എക്സ്പ്രസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ഈഗൺ വെക്ടേഴ്സ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. സോ ഈഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ a - λi = x അല്ലെ, x = 0 എന്നുള്ള ആ ഒരു ഇക്വേഷൻ എഴുതുക. ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. വാല്യൂസ് എല്ലാം കൊടുക്കുക. a എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. a എന്ന് പറയുന്നത് 17 - 15 -15 17 ആയിരുന്നു. So this is a minus lambda into I എന്ന് പറയുന്നത് എന്താണ്? 1001 into x എന്ന് പറയുന്നത് എന്താണ്? x1 x2 equal to 0 എന്ന് പറയുന്നത് എന്താണ്? 0 0. Yes. സോ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഞാൻ നിങ്ങളോട് ഒരു ട്രിക്ക് ഓൾറെഡി പഠിപ്പിച്ചായിരുന്നു. 3/3 എഴുതുമ്പോഴാണെങ്കിലും ആ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. a minus lambda എഴുതണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണലിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. ശരിയല്ലേ? സോ 17 നിന്ന് ലാംഡ കുറയ്ക്കണം. ഇവിടെയും 17 നിന്ന് ലാംഡ കുറയ്ക്കണം. ബാക്കിയെല്ലാം സെയിം. -15 ഇത് ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടും. ഇവിടെ ലാംഡ അകത്തേക്ക് പോകുമ്പോൾ ലാംഡ ഡയഗണൽ വരും. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യുമ്പോൾ 17 - λ 17 - λ. ബാക്കി രണ്ടും -15 - 0 ആയതുകൊണ്ട് -15 തന്നെ കിട്ടും. -15 - 0 ആയതുകൊണ്ട് -15 തന്നെ കിട്ടും. ഇൻറ്റു എന്താണ്? x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്. സോ ഇതിനെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഈഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 3/3 പറഞ്ഞതാണ്. സെയിം സംഭവം തന്നെ 2/2 ചെയ്താൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് ഈഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റിലത്തെ ഈഗൺ വാല്യൂ λ = 2 ആണ് അല്ലെ. സോ λ = 2 ആണ് ഈഗൺ വാല്യൂ എന്ന് പറയുന്നത്. സോ ലാംഡയ്ക്ക് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. λ = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 17 - 2 എന്ത് വരും? 15 -15 ഇവിടെയും 17 മൈനസ് ലാംഡയ്ക്ക് 2 കൊടുത്താൽ 15 വരും. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0 0. യെസ്. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 15x1 സോറി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ് 15x1 - 15x2 ഈക്വൽ ടു ഇവിടെ എന്താണ്? എലമെന്റ് 0 ആണ്. സോ -15x1 + 15x2 ഈക്വൽ ടു എന്താണ്? 0. ജസ്റ്റ് എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് രണ്ടും സെയിം ഇക്വേഷൻ ആണ് അല്ലേ. ഈ ഒരു ഇക്വേഷനെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 15x1 - 15x2 തന്നെ കിട്ടും. സോ രണ്ട് ഇക്വേഷനും സെയിം ആണ്. ബോത്ത് ഇക്വേഷൻസ് ആർ സെയിം. സോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എടുത്താൽ മതി. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂന്നെണ്ണം നമ്മൾ 3/3 ആണ് ഒരു ട്രിക്ക് വെച്ച് ചെയ്തത്. ഇവിടെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം മുമ്പേ ചെയ്ത പോലെ x1 ബൈ ഡിറ്റർമിന്റ് എടുക്കണമെങ്കിൽ 4 പേര് വേണ്ടേ. ഇവിടെ 2 പേരല്ലേ ഉള്ളൂ. സോ ആ പരിപാടി നടക്കത്തില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. പക്ഷേ 2/2 വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ഇക്വേഷനും സെയിം ആയിട്ടായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക. സോ അതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. 15x1 -15x2 രണ്ട് ഇക്വേഷനും സെയിം ആണ് അല്ലേ. ബോത്ത് ഇക്വേഷൻസ് ഹാവ് സെയിം എഫക്ട്. രണ്ടും സെയിം ആണ്. ഈക്വൽ ടു എന്താണ്? 0. ഇവിടെ നിന്ന് കിട്ടും എനിക്ക്? 15x1 = 15x2 കിട്ടും. ശ്രദ്ധിച്ചിരിക്കുക. ഇത് കൺസിസ്റ്റന്റ് ആണ്. ഈ കൺസിസ്റ്റൻസി ഒക്കെ പിന്നീട് നിങ്ങൾ പഠിക്കും. 5th മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണ്.
പക്ഷേ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. കാരണം റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺനോൺസിനേക്കാൾ ചെറുതാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്. പക്ഷേ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വരും. ഈക്വൽ അല്ലാത്തത് കൊണ്ട്, ഈക്വൽ ആണെങ്കിൽ മാത്രമേ യൂണിക് സൊല്യൂഷൻ വരുള്ളൂ. അതൊന്നും നിങ്ങൾ ഇപ്പോൾ ഓർക്കണ്ട, അത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഹിയർ എനിക്ക് 15 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ x1 ഈക്വൽ ടു x2 കിട്ടും. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. x2 ഈക്വൽ ടു t എന്ന് കൊടുത്താൽ x1 എന്ത് തന്നെ കിട്ടും? t തന്നെ കിട്ടും. ശരിയല്ലേ? സോ ഫസ്റ്റ് ഏഗൺ വെക്ടർ x1 എന്ന് പറയുന്നത് x1 x2 ആണ്. രണ്ടും t തന്നെയാണ്. ശരിയല്ലേ? സോ t എന്ന് വരും. സോ t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 1. ശരിയാണല്ലോ? ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു എനി കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് ഫ്രം an eigen vector. അത് ഓൾറെഡി പറഞ്ഞതാണ്. t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് 1 1 കിട്ടും. സോ 1 1 is the first eigen vector. ഇനി ഞാൻ എന്ത് ചെയ്യണം? eigen vector corresponding to lambda equal to 32. lambda equal to 32 ന് corresponding ആയിട്ട് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? eigen vector കണ്ടുപിടിക്കണം. സോ lambda is equal to 32. lambda is equal to 32. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 17 മൈനസ് 32 മൈനസ് 15 കിട്ടും. മൈനസ് 15 ഇവിടെയും 17 മൈനസ് 32 മൈനസ് 15 കിട്ടും. ഇൻറ്റു x1 x2 ഈക്വൽ ടു എന്താണ്? 0. ക്ലിയർ? സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 15 x1 മൈനസ് 15 x2 ഈക്വൽ ടു 0 എന്ന് വരും. മൈനസ് 15 x1 മൈനസ് 15 x2 ഈക്വൽ ടു 0. സെയിം സാധനം തന്നെയാണ്. ഒന്നുകൂടെ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഓപ്പൺ ചെയ്താലും മൈനസ് 15 x1 മൈനസ് 15 x2 ഈക്വൽ ടു 0 എന്ന് വരും. സോ ഇവിടെ മൈനസ് 15 x1 ഈക്വൽ ടു 15 x2. ശരിയാണല്ലോ? ഈ മൈനസ് അപ്പുറത്ത് കൊടുത്താൽ മതി. മൈനസ് 15 ക്യാൻസൽ ആവും. മൈനസ് x1 ഈക്വൽ ടു x2 മൈനസ് അപ്പുറത്ത് കൊടുത്താൽ x1 ഈക്വൽ ടു മൈനസ് x2 എന്ന് വരും. x2ന് പകരം ഞാൻ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ t കൊടുത്താൽ x1 ഈക്വൽ ടു മൈനസ് t എന്ന് വരും. സോ നമ്മുടെ eigen വെക്ടർ x2 ഈക്വൽ ടു x1 x2 ഈക്വൽ ടു x1ന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മൈനസ് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x2 എന്ന് പറയുന്നത് t ആണ്. t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് 1 1 കിട്ടും. ശരിയാണല്ലോ? t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 1 1 കിട്ടും. സോ ഇതിന് ഈക്വൽ ആണെന്ന് എനിക്ക് എഴുതാൻ പറ്റും. t കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് 1 1 കിട്ടും. ക്ലിയർ? സോ അപ്പോൾ നമ്മുടെ x എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഈ eigen വെക്ടേഴ്സ് ഇത് കോളം മെട്രിക്സ് ആണ്. ആ കോളം മെട്രിക്സ് ഒരുമിച്ച് എഴുതിയ ഒരു മെട്രിക്സ് ആക്കിയിട്ട് കാര്യമില്ല. അത് നോർമലൈസ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സോ നോർമലൈസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. സോ ഞാൻ ആ ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ് എഴുതണം എനിക്ക്. എക്സ് ഷുഡ് ബി എ നോർമലൈസ്ഡ് മെട്രിക്സ്, നോർമലൈസ്ഡ് ഓർത്തോഗണൽ മെട്രിക്സ് എന്നാണ് പറഞ്ഞത്. സോ നോർമലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ എന്ത് ചെയ്യണം? x1നെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡബിൾ മോഡുലസ് എന്ന് പറയരുത്, നോം എന്ന് തന്നെ വായിക്കണം. ഇതാണ് നോമിന്റെ സിമ്പിൾ. ജസ്റ്റ് അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? x1 എന്ന് പറയുന്നത് 1 1 ആണ്. ഇതിന്റെ മോഡുലസ് എന്താണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതാണ് അതിന്റെ മോഡുലസ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1, 1 പ്ലസ് 1 എന്താണ്? 2. സോ അകത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/√2 1/√2. രണ്ടാമത്തെ നോം എന്താണ്? x2ന്റെ നോം എന്താണ്? സോ x2 ബൈ നോം x2 ആണ് നോർമലൈസ്ഡ് x2 എന്ന് പറയുന്നത്, അഥവാ നോർമലൈസ്ഡ് eigen വെക്ടർ എന്ന് പറയുന്നത്. സോ മൈനസ് 1 1 ആണ് x2 എന്ന് പറയുന്നത്. അതിന്റെ നോം എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് മൈനസ് 1ന്റെ സ്ക്വയർ 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1. 1 പ്ലസ് 1 എന്താവും? 2. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 1/√2 1/√2 കിട്ടും. സോ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എക്സ് എന്ന് പറയുന്ന ഓർത്തോഗണൽ മെട്രിക്സ് എഴുതുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സ് എഴുതാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 1/√2 1/√2. അതായത് ഇതേ സെയിം സാധനം ഇങ്ങോട്ട് എഴുതുക, ഇതേ സെയിം സാധനം ഇങ്ങോട്ട് എഴുതുക. മൈനസ് 1/√2 1/√2. യെസ്. സോ ഇനി എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ആണ് വേണ്ടത്. സ്മോൾ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു വൈ. ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് തിയറം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ ഇക്വേഷനിൽ നിന്നാണ്. ഇതാണ് സ്മോൾ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്നത്, അഥവാ എക്സ് ഇൻ ടേംസ് ഓഫ് വൈ എന്ന് പറയുന്നത്. ഹിയർ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. x1 x2 ആണെന്ന് അറിയാം. ക്യാപിറ്റൽ എക്സ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/√2 മൈനസ് 1/√2 1/√2 1/√2. y എന്ന് പറയുന്നത് എന്താണ്? y1 y2. ക്ലിയർ? സോ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, ആൻസർ ആയിക്കോളും. സോ
സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. x1 x2 ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/√2 ഇൻറ്റു y1 എന്ത് കിട്ടും? y1/√2 കിട്ടും. ഇവിടെ പ്ലസ് മൈനസ് 1/√2 ഇൻറ്റു y2 എന്ത് കിട്ടും? മൈനസ് y2/√2 കിട്ടും. താഴത്തെ എലമെന്റ് എന്താണ്? 1/√2 ഇൻറ്റു y1 y1/√2 കിട്ടും. 1/√2 ഇൻറ്റു y2 എന്താണ്? പ്ലസ് y2/√2. യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്താൽ പോരെ? കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ x in terms of y ആയിക്കോളും. സോ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? x1 is equal to y1/√2 മൈനസ് y2/√2. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് y1 മൈനസ് y2/√2 എന്ന് എഴുതാം. സോ അതേപോലെ തന്നെ x2 ഈക്വൽ ടു y1/√2. കറസ്പോണ്ടിങ് നേരെ നേരെ ഇക്വേറ്റ് ചെയ്താൽ മതി. x1 ഇതാണ്, x2 ഇതാണ്, പ്ലസ് y2/√2. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് y1 പ്ലസ് y2/√2 എന്ന് എഴുതാം. സോ ഇതാണ് x in terms of y എന്ന് പറയുന്നതിന്റെ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 10 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ x in terms of y ഇല്ലെങ്കിൽ ഇറ്റ് മൈ ബി എ സിമ്പിൾ ക്വസ്റ്റ്യൻ, 7 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ x in terms of y കൂടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഏകൻ വെക്ടർ കണ്ടുപിടിച്ചിട്ട് x in terms of y യിലേക്ക് മാറ്റി എഴുതേണ്ടി വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഒരു മെട്രിക്സ് ഉണ്ട്, ഡയഗണലൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. 10 മാർക്കിന് അല്ലെങ്കിൽ 7 മാർക്കിന് 100% പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് തീർച്ചയായിട്ടും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതുമാണ്, ടെക്സ്റ്റിൽ കിടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും ആണ്. സോ നിങ്ങൾക്ക് അറിയാം, ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം, ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ അറിയാം, നമ്മൾ ഒരുപാട് ചെയ്തു. സോ ആ ഒരു പോർഷൻ ഞാൻ ഒരു സ്പീഡിൽ അങ്ങ് ചെയ്യും, എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റെപ്സ്, ഇപ്പോൾ 3-4 സ്റ്റെപ്സ്, അത് മാത്രമേ ഉള്ളൂ ഡയഗണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ അപ്പോൾ നമുക്ക് നോക്കാം. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, നമ്മളത് എന്ത് ചെയ്യണം? ഡയഗണലൈസ് ചെയ്യണം. സോ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമേ തന്നെ ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഗൻ വാല്യൂ ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക. സോ ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i is equal to 0. 3/3 ആയതുകൊണ്ട് തന്നെ സോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരിക്കും? ലാംഡ ക്യൂബ് മൈനസ് s1 ലാംഡ സ്ക്വയർ പ്ലസ് s2 ലാംഡ മൈനസ് s3 is equal to 0 ആയിരിക്കും. സോ s1 എന്ന് പറയുന്നത് ട്രേസ് ആണ്, സം ഓഫ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ 1 പ്ലസ് 0 പ്ലസ് മൈനസ് 1 പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയിട്ട് ആൻസർ 0 കിട്ടും. s2 എന്ന് പറയുന്നത് എന്താണ്? മൈനേഴ്സിന്റെ സം ആണ്, m11 പ്ലസ് m22 പ്ലസ് m33 ആണ്. സോ m11 എന്ന് പറയുമ്പോൾ 11th പൊസിഷനിൽ റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 0 2 2 മൈനസ് 1 പ്ലസ് m22 എന്ന് പറയുമ്പോൾ 22th പൊസിഷനിൽ 0 ആണ്, റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 1 0 0 മൈനസ് 1. 33 എന്ന് പറയുമ്പോൾ 33th പൊസിഷനിൽ മൈനസ് 1 ആണ്, റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 1 മൈനസ് 2 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 2 മൈനസ് 4 പ്ലസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ഇത് 0 ആവും. 0 മൈനസ് 4 എന്ന് വരും. സോ മൈനസ് 4 മൈനസ് 4 മൈനസ് 8 മൈനസ് 1 മൈനസ് 9 കിട്ടും. സോ s2 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 9 ആണ്. Then we needed to calculate s3. s3 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് ആണ്. സോ 1 ഇൻറ്റു 1 ഉള്ള റോയും കോളം കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 0 മൈനസ് 4 കിട്ടും. സെക്കൻഡ് എലമെന്റിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യുക, മൈനസ് 2 മാറ്റി എന്താക്കണം? +2 ആക്കണം. 2 ഉള്ള റോയും കോളവും കളയുക. 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 0 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി 0 ഇൻറ്റു ആണ് വരുന്നത്. സോ അത് എഴുതേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് മൈനസ് 4 2 ഇൻറ്റു മൈനസ് 2. സോറി, ഇവിടെ മൈനസ് 2 മാറ്റി +2 ആക്കി. 2 ഉള്ള റോയും കോളവും കളഞ്ഞു, ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ്. സോ ഡിറ്റർമിനന്റ് 2 മൈനസ് 2 2 0 മൈനസ് 1 ആണ്. സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 എന്ന് പറയുന്നത് +2 ആണ്. 0 മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. സോ മൈനസ് 4 പ്ലസ് 2 ഇൻറ്റു 2 എന്താണ്? 4. മൈനസ് 4 പ്ലസ് 4 ക്യാൻസൽ, ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. സോ s3 എന്ന് പറയുന്നത് എന്താണ്? 0. സോ എനിവേസ് ഡിറ്റർമിനന്റ് ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്ററിൽ ചെയ്യാം. മൈനസിന്റെ സം മാത്രം ഒന്ന് എഴുതി ചെയ്യണം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഡിറ്റർമിനന്റ് ഒക്കെ നിങ്ങൾക്ക് തെറ്റിക്കുന്ന ഒരു കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ ക്യൂബ് മൈനസ് s1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ലാംഡ സ്ക്വയർ പ്ലസ് s2 എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 9 ആണ്. മൈനസ് 9 ലാംഡ മൈനസ് s3 എന്താണ്? 0 ഈക്വൽ ടു 0.
സോ ലാംഡ ക്യൂബ് ഇത് രണ്ടും 0 ആണ്. ബാക്കി -9 ലാംഡ ഈക്വൽ ടു 0. ലാംഡ പുറത്തെടുത്താൽ ലാംഡ സ്ക്വയർ -9 ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് ലാംഡ ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ -9 ഈക്വൽ ടു 0, ലാംഡ സ്ക്വയർ ഈക്വൽ ടു 9, ലാംഡ ഇസ് ഈക്വൽ ടു √9, ലാംഡ ഇസ് ഈക്വൽ ടു +or-3. സോ ലാംഡ ഈക്വൽ ടു 0 +3 -3. ഇങ്ങനെ 3 ഈഗൻ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഓരോ ഈഗൻ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ അപ്പോൾ നമുക്ക് ആ ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കയറാം. ഇത് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തതായതുകൊണ്ടാണ്. ഒരുപാട് പ്രോബ്ലത്തിൽ നമ്മൾ ഇതേ സെയിം സംഭവം ഡിസ്കസ് ചെയ്തതാണ്. ഈഗൻ വാല്യൂ ഈഗൻ വെക്ടർ കണ്ടുപിടിക്കുന്ന സംഭവം. സോ ലാംഡ ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ അതിന് മുൻപ് മെട്രിക്സ് A മൈനസ് ലാംഡ I ഇസ് ഈക്വൽ ടു 0, ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. സോ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ലാംഡ കുറയ്ക്കുക. 1 മൈനസ് ലാംഡ -2 0 -2 മൈനസ് ലാംഡ 2 0 2 -1 മൈനസ് ലാംഡ എന്ന് വരും. പ്രിൻസിപ്പൽ ഡയഗണലിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്ത് എഴുതി. ബാക്കിയെല്ലാം സെയിം. ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? x1 x2 x3 ഈക്വൽ ടു 0 0 0. ഇനി ഇത് ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിടുക. ഇനി ഓരോ ഈഗൻ വാല്യൂ നമ്മൾ ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഈഗൻ വെക്ടർ ലാംഡ ഇസ് ഈക്വൽ ടു 0ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വെക്ടർ കണ്ടുപിടിക്കണം. സോ ലാംഡ 0 കൊടുക്കുമ്പോൾ 1 - 0 1 വരും. -2 0 -2 -0 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. 2 0 2 1 -1 -0 എന്ന് പറഞ്ഞാൽ -1 വരും. ഇൻറ്റു x1 x2 x3 ഇസ് ഈക്വൽ ടു എന്താണ്? 0 0 0. സോ ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1x1 -2x2 +0 x3 ഈക്വൽ ടു 0. സെക്കൻഡ് റോ കോളം, അതായത് റോ ബേസ് ഇരിക്കുക, കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -2x1 +0 x2 +2x3 ഈക്വൽ ടു 0 കിട്ടും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0x1 +2x2 -x3 ഈക്വൽ ടു 0 കിട്ടും. ഓൾറെഡി നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്. യെസ്. സോ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ. സോ ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ 0 ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതും ഫസ്റ്റും തേർഡും ഞാൻ ചൂസ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് തേർഡ് ചൂസ് ചെയ്യുന്നു. 1x1 -2x2 +0x3 ഈക്വൽ ടു 0. 0x1 +2x2 -x3 ഈക്വൽ ടു 0. എന്ത് ചെയ്യുക? x1 മാറ്റി നിർത്തി ബാക്കിയുള്ള കോഎഫിഷ്യൻസിന്റെ ഡിറ്റർമിനന്റ് -2 0 2 -1 ഈക്വൽ ടു x2 എഴുതുമ്പോൾ ഓൾറെഡി ഒരു മൈനസ് കൊടുക്കണം എന്നറിയാം. x2 മാറ്റി നിർത്തി ബാക്കിയുള്ളതിന്റെ x2 മാറ്റി നിർത്തി ബാക്കിയുള്ളവരുടെ ഡിറ്റർമിനന്റ്. ബാക്കിയുള്ളത് ആരെയാണ്? 1 0 -1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ x3 മാറ്റി നിർത്തി ബാക്കിയുള്ള ഡിറ്റർമിനന്റ് 1 -2 0 2 1 -2 0 2. സോ x1 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? -2 ഇൻറ്റു -2 -1 +2 കിട്ടും. ഇത് 0 ആണ്. -x2 ബൈ -1 വരും, അത് 0 ആയി പോകും. x3 ബൈ 2 എന്ന് വരും. ശരിയല്ല? ഇവിടെ മൈനസ് കട്ട് ചെയ്ത് കളയാം. സോ x1 ബൈ 2 ഈക്വൽ ടു x2 ബൈ 1 ഈക്വൽ ടു x3 ബൈ 2. സോ നമ്മുടെ ഈഗൻ വെക്ടർ x1 എന്ന് പറയുന്നത് എന്താണ്? താഴെ വരുന്ന എലമെന്റ്സ് കോളായിട്ട് എഴുതിയാൽ മതി. 2 1 2. സോ 2 1 2 ആണ് നമ്മുടെ ആദ്യത്തെ ഈഗൻ വെക്ടർ x1 എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്ത ഈഗൻ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. യെസ്. സോ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വെക്ടർ കിട്ടി. ലാംഡ ഈക്വൽ ടു അടുത്ത ഈഗൻ വാല്യൂ എന്താണ്? 3. ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈഗൻ വാല്യൂ കണ്ടുപിടിക്കണം. 3 ഈഗൻ വാല്യൂസ് ആയിരുന്നു അല്ലേ? 0യും 3യും -3 ആയിരുന്നു ഈഗൻ വാല്യൂസ്. സോ ലാംഡയ്ക്ക് ഇവിടെ എന്ത് കൊടുക്കുക? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 3 -2 വരും. -2 0 -2 -3 എന്ന് പറയുന്നത് -3 2 0 2 -1 -3 എന്ന് പറയുമ്പോൾ -4 വരും. ഇൻറ്റു എന്താണ്? x1 x2 x3 x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ജസ്റ്റ് എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2x1 -2x2 +0x3 ഈക്വൽ ടു 0.
minus 2x1 minus 3x2 plus 2x3 equal to 0. 0x1 plus 0x2 minus 4x3 equal to 0. ഇവിടെ 0 കൂടുതലുള്ളതുകൊണ്ട് ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് ചൂസ് ചെയ്യുന്നത്. ഏത് രണ്ട് പേർ എടുത്താലും സെയിം ആൻസറേ കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. സോ മൈനസ് 2x1 മൈനസ് 3x2 plus 2x3 equal to 0. 0x1 plus 0x2 minus 4x3 equal to 0. So x1 എഴുതുക, ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് മൈനസ് 3 2 0 മൈനസ് 4. x2 ഓൾറെഡി മൈനസ് കൊടുക്കണം, x2 മാറ്റി നിർത്തി ബാക്കി 4 കോഎഫിഷ്യൻസിന്റെ ഡിറ്റർമിനന്റ് മൈനസ് 2 2 0 മൈനസ് 4 മൈനസ് 2 2 0 മൈനസ് 4 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ ബാക്കി 4 പേരുടെ കോഎഫിഷ്യൻസിന്റെ ഡിറ്റർമിനന്റ് മൈനസ് 2 മൈനസ് 3 0 0 മൈനസ് 2 മൈനസ് 3 0 0. സോറി, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2x3 ആണ് കേട്ടോ, 2x3 അല്ലേ. 0x1 2x2 മൈനസ് 4x3 ആണ്. സോ ഇവിടെ 2x2 ആണ്. സോ ഇവിടെ 0 2 വരും അല്ലേ, 0 2. സോ ഇവിടെ 2 മൈനസ് 4 വരും, 2 മൈനസ് 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ x1 ഡിവൈഡഡ് ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 മൈനസ് അല്ലെ, മൈനസ് 3 ഇൻറ്റു മൈനസ് 4 12, 12 മൈനസ് 4 8 വരും ഈക്വൽ ടു മൈനസ് x2 ബൈ മൈനസ് 2 ഇൻറ്റു മൈനസ് 4 പ്ലസ് 8, ഇത് 0 ആണ്, എഴുതേണ്ട ആവശ്യമില്ല. x3 ബൈ മൈനസ് 2 ഇൻറ്റു മൈനസ് 2 മൈനസ് 4 ആണ്. ശരിയാണല്ലോ. സോ ഇവിടെ മൈനസ് മുകളിൽ ഇടണ്ട, നമുക്ക് താഴെ ഇടാം, കാരണം x2 ബൈ എന്നാക്കണം. സോ ഇവിടുത്തെ eigen വെക്ടർ കറസ്പോണ്ടിങ് ടു സെക്കൻഡ് eigen വാല്യൂ x2 എന്ന് എഴുതാം. താഴെ വരുന്ന വാല്യൂസ് എഴുതിയാൽ മതി. 8 മൈനസ് 8 മൈനസ് 4. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം. സോ കോമൺ ആയിട്ട് മൈനസ് 4 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. 8 ബൈ മൈനസ് 4 മൈനസ് 2 മൈനസ് 8 ബൈ മൈനസ് 4 പ്ലസ് 2 മൈനസ് 4 ബൈ മൈനസ് 4 1 കിട്ടും. സോ മൈനസ് 2 2 1 ആണ് അടുത്ത eigen വാല്യൂ. സോ x2 എന്ന് പറയുന്നതാണ് അടുത്ത eigen വാല്യൂ. മൈനസ് 2 2 1. ക്ലിയർ. സോ നെക്സ്റ്റ് അടുത്ത eigen വെക്ടർ കണ്ടുപിടിക്കണം. സോ ഇതാണ് രണ്ടാമത്തെ eigen വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 3. നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു മൈനസ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ കണ്ടുപിടിക്കണം. യെസ്. സോ നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു മൈനസ് 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് മൈനസ് 3 എന്ന് വരും. 1 പ്ലസ് 3 4 മൈനസ് 2 0 മൈനസ് 2 മൈനസ് ഓഫ് മൈനസ് 3 എന്ന് വരും. സോ പ്ലസ് 3 2 0 2 മൈനസ് 1 മൈനസ് മൈനസ് 3 മൈനസ് 1 പ്ലസ് 3 എന്ന് വരും. 3 മൈനസ് 1 2 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 4x1 minus 2x2 plus 0x3 equal to 0 minus 2x1 plus 3x2 plus 2x3 equal to 0 0x1 plus 2x2 plus 2x3 equal to എന്താണ്? 0. ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുക്കാം. ഞാൻ ഫസ്റ്റ് ആൻഡ് തേർഡ് എടുക്കുകയാണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് 4x1 minus 2x2 plus 0x3 equal to 0 and 0x1 plus 2x2 plus 2x3 equal to 0. So x1 divided by x1 മാറ്റി നിർത്തി കോഎഫിഷ്യൻസ് എടുക്കുക. minus 2 0 2 2 equal to minus x2 divided by x2 മാറ്റി നിർത്തി കോഎഫിഷ്യൻസ് എടുക്കുക. 4 0 0 2 equal to x3 divided by x3 മാറ്റി നിർത്തി കോഎഫിഷ്യൻസ് എടുക്കുക. ഡിറ്റർമിനന്റ് 4 minus 2 0 2. So x1 divided by minus 2 into 2 minus 4 വരും. minus x2 divided by 2 into 4 8 വരും. x3 divided by 8 വരും. സോ മൈനസ് മുകളിൽ ഇടുന്നില്ല, താഴെ കൊടുത്തു. സോ x3 എന്ന് പറയുന്നത് എന്താണ്? താഴെ വരുന്നത് കോളം ആയിട്ട് എഴുതുക. minus 4 minus 8 8. സോ ദിസ് ഇംപ്ലൈസ് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് റിഡ്യൂസ് ചെയ്ത് എഴുതാം. മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൈനസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 2 മൈനസ് 2. സോ 1 2 മൈനസ് 2 ആണ് അടുത്ത eigen വെക്ടർ എന്ന് പറയുന്നത്.
യെസ്. സോ അപ്പോൾ നമ്മൾ 3 ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ട്. x1, x2, x3 3 ഐഗൺ വെക്ടേഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ വരെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഈഗൺ വാല്യൂ കണ്ടുപിടിക്കാനും ഈഗൺ വെക്ടർ കണ്ടുപിടിക്കാനും ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ദെൻ നെക്സ്റ്റ് ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്തതിന് ശേഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡയഗണലൈസേഷന്റെ ഫോർമുല d = x ഇൻവേഴ്സ് ax. ഇതാണ് ഡയഗണലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഈ x എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ x എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു x1, x2, x3 നേരെ അങ്ങ് എഴുതിപ്പോയാൽ മതി, കോളമായിട്ട് അങ്ങ് എഴുതിപ്പോയാൽ മതി. സോ x1 എന്ന് പറയുന്നത് എന്താണ്? 2, 1, 2, 2, 1, 2. x2 എന്ന് പറയുന്നത് എന്താണ്? -2, 2, 1, -2, 2, 1. x3 എന്ന് പറയുന്നത് എന്താണ്? 1, 2, -2, 1, 2, -2. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ x3. സോ ഇതാണ് നമ്മുടെ മോഡൽ മെട്രിക്സ്. ഈ x എന്ന് പറയുന്ന ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് മോഡൽ മെട്രിക്സ്. ശ്രദ്ധിച്ചിരിക്കുക, മോഡൽ മെട്രിക്സ്. യെസ്. ഈ x ഇൻവേഴ്സ് ax ആണ് ഡയഗണലൈസ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ d = x ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം. ഇൻറ്റു a ഇൻറ്റു എക്സ്. സോ x ഇൻവേഴ്സ് ax. ഇതിന്റെ ആൻസർ എഴുതാൻ വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് ഈസി ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ d എന്ന് പറയുന്ന ആദ്യം എന്താണ്? x ഇൻവേഴ്സ്. സോ ഈ x എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. ഞാൻ ഓൾറെഡി കാൽക്കുലേറ്ററിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 2/9, 1/9, 2/9, -2/9, 2/9, 1/9, 1/9, 2/9, -2/9. ഇതാണ് എന്തെന്ന് പറയുന്നത്? x ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. a ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എയുടെ പ്ലേസിൽ a അങ്ങ് എഴുതി കൊടുക്കുക. 1, -2, 0, -2, 0, 2, 0, 2, -1. എക്സും ഓൾറെഡി കയ്യിലുണ്ട്. x ഇൻവേഴ്സ് ax ആണ്. x ഓൾറെഡി കയ്യിലുണ്ട്. ഈ എക്സിന്റെ ഇൻവേഴ്സ് ആണ് ആദ്യം വരേണ്ടത്. സോ 2 - 2, 1, 1, 2, 2, 2, 1, -2. സോ ഇതാണ് x ഇൻവേഴ്സ് ax എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം, ഇത് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടാൻ പോകണ്ട. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഈഗൻ വാല്യൂസ് ഉണ്ടല്ലോ, ഈഗൻ വാല്യൂസ് അത് ഡയഗണൽ ആയിട്ട് എഴുതിയാൽ മതി. 0, 3, -3, 0, 3, -3. ബാക്കിയെല്ലാം 0, 0, 0, 0, 0, 0, 0. സോ ദിസ് ഈസ് ദി ഡയഗണലൈസ്ഡ് മെട്രിക്സ്. ഈഗൻ വാല്യൂസ് ഡയഗണൽ ആയിട്ട് എഴുതിയാൽ മതി. സോ ഇതാണ് നമ്മുടെ ഡയഗണലൈസ്ഡ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇപ്പം a ഡയഗണലൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പം അവർ ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട് ഇതിന്റെ കൂടെ തന്നെ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഓൾസോ ഡയഗണലൈസ് a⁻³ അല്ലെങ്കിൽ a⁴ എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. സോ ഓൾസോ ഈ ഒരു ക്വസ്റ്റ്യന്റെ കൂടെ ഓൾസോ ഡയഗണലൈസ് ഇപ്പൊ ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യാനുള്ളതാണ്. ഓൾസോ ഡയഗണലൈസ് a⁴ കൂടെ ഡയഗണലൈസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരുന്നെന്ന് വിചാരിക്കാം. നമുക്കറിയാം ഇപ്പൊ ഡയഗണലൈസേഷൻ ഇക്വേഷൻ എന്താണ്? d = x ഇൻവേഴ്സ് ax ആണ് ഡയഗണലൈസേഷൻ ഇക്വേഷൻ. ദെൻ ഒരു ഡിക്ക് ഒരു പവർ വന്നു കഴിഞ്ഞാൽ എക്കും സെയിം പവർ വരും, a⁻m ആവും. സോ ഹിയർ x ഇൻവേഴ്സ് ax, a⁴ ഡയഗണലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പവർ ഡിക്ക് കൊടുത്താൽ മതി. സോ a⁴ ഡയഗണലൈസേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? d⁴ ആണ്. സോ ഓൾസോ ഡയഗണലൈസ് a⁴ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? d⁴ കണ്ടുപിടിച്ചാൽ മതി. സോ d⁴ = എന്ത് ചെയ്യുക? ഓരോ എലമെന്റ്സിനും ⁴ കൊടുത്താൽ മതി. ഇവിടെ ബാക്കിയെല്ലാം 0 ആണ്, അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 0, 0, 0, 0. ഇവിടെ എന്ത് വരും? 3⁴ വരും. 3⁴, 0, 0, 0, -3⁴ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0, 0, 0, 0. 3⁴ എന്താണ്? 81. 0, 0, 0, -3⁴ എന്താണ്? 81. സോ ഇതാണ് d⁴ ഡയഗണലൈസേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. സോ 6th മൊഡ്യൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.